എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാള ദിനപത്രങ്ങൾ കണ്ട് മലയാളികൾ ഞെട്ടിത്തരിച്ചിരിക്കും. ഇന്നത്തെ പ്രമുഖ പത്രങ്ങളിലുള്ള പ്രധാനപ്പെട്ട വാർത്ത, നോട്ട് വിട, ഇനി ഡിജിറ്റൽ കറൻസി. ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിലും ഗ്രൂപ്പുകളിലുമൊക്കെ മെസ്സേജായി അയക്കുന്നത് കണ്ടു. എന്താണ് സംഭവം, നമ്മുടെ നോട്ട് നിരോധനം പോലെയുള്ള എന്തോ ആണോ എന്ന് വിചാരിച്ചു. കാരണം ഫെബ്രുവരി 1 മുതൽ ഡിജിറ്റൽ കറൻസി മാത്രമേ ഉള്ളൂ. കള്ളപ്പണം തടയുന്നതിൻ്റെ ഭാഗമായി മറ്റ് നോട്ടുകളെല്ലാം നിരോധിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങിയാണ് വാർത്ത. ഇത് പഴയ നോട്ട് എങ്ങനെ മാറ്റിയെടുക്കും എന്നതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു രൂപവുമില്ല എന്നൊക്കെയാണ് വാർത്ത തുടർന്ന് പറയുന്നത്. ഈ വാർത്ത മാത്രമല്ല, വേറെയുമുണ്ട്. ആഴക്കടൽ ഇനി ആൾക്കടൽ എന്നൊക്കെ പറഞ്ഞ് താമസക്കാരെ വരവേറ്റ് ആദ്യ ആഴക്കടൽ നഗരം ഓഷ്യാനസ്. ഞാൻ രാവിലെ ഓഫീസിലിരിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയുന്നത്, ഫെബ്രുവരി 1 മുതൽ നോട്ടൊന്നുമില്ല, ഇനി ATM കാർഡിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന്. വാർത്ത ഇങ്ങനെയാണ്: ഫെബ്രുവരി 1 മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുമെന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കള്ളപ്പണം പൂർണ്ണമായും തടയുക, സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ പ്രഖ്യാപനമെന്ന് RBI ഗവർണർ ഡോ. അരവിന്ദ് കുമാർ പറഞ്ഞു. തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ പൂർണ്ണമായും നോട്ട് പിൻവലിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇടം നേടും. നേരത്തെ ചൈന, സ്വീഡൻ എന്നീ രാജ്യങ്ങളും സമ്പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറിയിരുന്നു. ഇനിയാണ് ഏറ്റവും ക്രൂരമായ കോമഡി. ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ ഒരു ഭാഗം പത്രത്തിൽ നീക്കി വച്ചിട്ടുണ്ട്. അതിലവർ പറയുന്നത് 2050 നമ്മുടെ ലോകം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അന്നത്തെ പത്രത്തിലെ വാർത്ത എങ്ങനെയായിരിക്കും എന്നൊരു വാർത്തയാണത്രേ ഇവർ ഇന്നത്തെ വാർത്തയായിട്ട് ഇന്നത്തെ പത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. എന്ത് ക്രൂരമായ